ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർമി ട്രാവലർ. നമ്മളിപ്പോൾ പോകുന്നത് ലേ ടു ശ്രീനഗർ ഹൈവേയിലൂടെയാണ്. ഈ കാണുന്ന കാർഗിലിലെ മുൽബേക്ക് എന്ന് പറഞ്ഞ വില്ലേജിലെ ഒരു ഹോട്ട് സ്പ്രിംഗ് സ്പോട്ടാണ്. ഈ സ്പോട്ടിലാണ് ചൂടുവെള്ളം സ്റ്റോർ ആകുന്നത്. അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് കാർഗിലിലെ സുരു നദിയുടെ തീരത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന മലനിരകളാണ് കാർഗിൽ LOC. ഈ കാണുന്ന റൂട്ടിലൂടെയാണ് ജവാൻ ഡ്യൂട്ടി പോസ്റ്റിലോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ള ലേയിലാണ്. ലേയിൽ നിന്ന് നമ്മളിപ്പോൾ കാർഗിലോട്ട് തിരിക്കുകയാണ്. നമ്മൾ ട്രാവലിംഗ് തുടങ്ങിയിട്ട് ഇന്ന് 18ാമത്തെ ദിവസമാണ്. ഇന്ന് മുന്നോട്ട് പോകുമ്പോഴെല്ലാം നല്ല വ്യൂ ആണ്. അധികം മരങ്ങളൊന്നും ഇല്ലാത്ത ഭൂപ്രദേശം. അതുപോലെ തന്നെ കിലോമീറ്ററുകളോളം നമുക്ക് റോഡ് കാണാൻ സാധിക്കും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആർമി ക്യാമ്പുകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഒരു 219 കിലോമീറ്റർ ഉണ്ട് കാർഗിലെത്താൻ. അത്യാവശ്യം നല്ല തണുപ്പാണ്. ഇന്ന് നൈറ്റ് ഹാൾട്ട് ചെയ്യുന്ന കാർഗിലാണ്. ഇൻഡസ് റിവറിൻ്റെ സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ റൂട്ടിലൂടെ പോകുമ്പോൾ ഭൂമിയിൽ നിന്ന് ആകാശത്തോട് തൊട്ട് പോകുന്ന ഫീലിംഗ് ആണ്. റോഡിൻ്റെ രണ്ട് സൈഡും നല്ല പരന്ന പ്രദേശങ്ങളാണ്. കിലോമീറ്ററുകളോളം റോഡ് കാണാൻ സാധിക്കും. ഇവിടെ നിന്നൊരു 197 കിലോമീറ്റർ ഉണ്ട് കാർഗിലെത്താൻ. വീണ്ടും നമ്മൾ ഇൻഡസ് റിവറിൻ്റെ സൈഡിലെത്തിയിരിക്കുകയാണ്. നല്ല തണുത്തുറഞ്ഞ പച്ച കളറിലൂടെയാണ് ഒഴുകുന്നത് വെള്ളം. ഇവിടെ നിന്ന് കുറച്ച് ദൂരം സ്ലൈഡിങ് ആവുന്ന ഏരിയയാണ്. സൈഡിൽ നിന്ന് പാറക്കെട്ടുകളും കല്ലുകളൊക്കെ ഉരുണ്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മഴ സമയത്താണ് കൂടുതലും സ്ലൈഡിങ് ഉണ്ടാകുന്നത്. ഈ റൂട്ടിൽ അധികം ആൾതാമസമൊന്നും ഇല്ലാത്ത ഏരിയയാണ്. അധികം വീടുകളൊന്നും കാണത്തില്ല. അതുപോലെ പെട്രോൾ പമ്പുകളൊക്കെ 150 കിലോമീറ്റർ കഴിഞ്ഞിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. ഈ ഇൻഡസ് റിവറിൻ്റെ ഓപ്പോസിറ്റിലൂടെ കാണുന്ന ബ്രിഡ്ജിനപ്പുറത്ത് ഒരു വില്ലേജ് ഉണ്ട്. വില്ലേജിലേക്ക് പോകാൻ വേണ്ടിയാണ് ഈ ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ വെയിലടിക്കുന്നുണ്ട്. വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാണ്. ഹാൻഡ് ഗ്ലൗസും കോട്ടും ഒക്കെ ഇട്ടിട്ടാണ് റൈഡ് ചെയ്ത് പോകുന്നത്. ഇന്നിനി അങ്ങോട്ട് കുറച്ച് ഹൈറ്റുള്ള ഭൂപ്രദേശമാണ്. തണുപ്പും കുറച്ച് കൂടി വരുന്നുണ്ട്. ഇവിടുന്ന് കാർഗിലിലേക്ക് എത്താൻ വേണ്ടി 54 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇവിടെ പോസ്റ്റ് പെയ്ഡ് സിം മാത്രമേ വർക്കാകത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കൽ സിം എടുക്കണം. എയർടെല്ലും അതുപോലെ BSNലാണ് റേഞ്ച് ഉള്ളത് ഇവിടെ. അങ്ങനെ നമ്മളൊരു വില്ലേജിലെത്തിയിരിക്കുകയാണ്. മുൽബേക്ക് എന്ന് പറഞ്ഞ വില്ലേജാണിത്. ഇവിടെ ഒരു ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞൊരു സ്പോട്ടുണ്ട്. ചൂടുവെള്ളം വരുന്ന, പ്രകൃതിയിൽ നിന്ന് ഡയറക്റ്റ് ചൂടുവെള്ളം വരുന്ന സ്ഥലം. അവിടെയൊക്കെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹൈവേയിലും തിരിഞ്ഞൊരു 2 കിലോമീറ്റർ ഉണ്ട് ഈ ഹോട്ട് സ്പ്രിങ്ങിലേക്ക് എത്താൻ. കുറച്ച് ദൂരം ഓഫ് റോഡാണ്. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. ഒരു 50 മീറ്റർ മുന്നിലാണ് ഈ സ്പോട്ടുള്ളത്. ഇത് ഒരു നദിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് അത് കല്ലൊക്കെ ഇട്ട് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അവിടെയാണ് വന്നിട്ട് ചൂടുള്ള വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ആൾക്കാർ വന്നിട്ട് കുളിക്കുകയും അതുപോലെ ഇവിടെ ടെൻ്റ് അടിച്ച് താമസിക്കാനുള്ള ഒരു പ്ലേസ് കൂടെയാണിത്. കാണുന്ന പ്ലേസിലാണ് ചൂടുവെള്ളം ഉള്ളത്. ഇത് നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇതൊരു തികച്ചും നാച്ചുറലായിട്ടുള്ള പ്രതിഭാസമാണ്. എത്ര തണുപ്പുള്ള സമയത്തൂടെ ഇവിടെ ചൂടുവെള്ളം ലഭിക്കുന്നതാണ്. 2 മലയുടെ നടുവിലൂടെയാണ് ഈ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. തികച്ചും ശാന്തമായിട്ടുള്ളൊരു പ്രദേശമാണ് ഈ കാണുന്നത്. ഇപ്പോൾ അതാ ഈവനിങ് ആവാറായി. നമ്മളിനി ഇവിടുന്ന് കാർഗിലെത്താൻ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ബൈ റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് കയറി നമ്മൾ കാർഗിലിലെ സുരു നദിയുടെ തീരത്തെത്തിയിരിക്കുകയാണ്. കാണുന്നതാണ് കാർഗിലിലെ സുരു നദി. ഇവിടെ നൈറ്റ് സ്റ്റേ ചെയ്തിട്ട് നമ്മൾ രാവിലെ ഏർലി മോർണിംഗ് കാർഗിൽ LOCയിലോട്ട് എത്തിയിരിക്കുകയാണ്. LOCയിലേക്ക് 11 കിലോമീറ്റർ ദൂരമുണ്ട്. LOC പോകുന്ന വഴിക്ക് വാണിംഗ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 99 യുദ്ധത്തിൽ ഡിസ്പോസിബിൾ ആവാത്ത മൈൻസുകൾ ഇപ്പോഴും കിടപ്പുണ്ട്. അത് തിരിച്ചറിയാൻ വേണ്ടിയാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലൂടെ ഒഴുകുന്നത് സുരു നദിയാണ്. ഇടയ്ക്കൊക്കെ റോഡ് വർക്ക് നടക്കുന്നുണ്ട്. ഐ ലവ് കാർഗിൽ. അങ്ങനെ നമ്മൾ LOCയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ കാണുന്ന സുരു നദി വന്നിട്ട് പാകിസ്ഥാനിലോട്ടാണ് ഒഴുകി പോകുന്നത്. നമ്മുടെ മുന്നിൽ ഏറ്റവും ബേക്കിലോട്ട് കാണുന്ന മലനിരകളെല്ലാം പാകിസ്ഥാനാണ്. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻ്റ് മുകളിലോട്ടാണ് നമ്മളിപ്പോൾ കയറുന്നത്. കാർഗിൽ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൻ്റെ ഭാഗമാണ്. ലഡാക്കിൻ്റെ വെസ്റ്റേൺ പാർട്ടാണ് കാർഗിൽ. സ്റ്റെപ്പ് കയറി നമ്മൾ വ്യൂ പോയിൻ്റ് ടോപ്പിലെത്തിയിരിക്കുകയാണ്. 2 മലയുടെ നടുക്കൂടെയാണ് ഈ സുരു നദി ഒഴുകി പാകിസ്ഥാനിലോട്ട് പോകുന്നത്. സുരു നദിയുടെ ഓപ്പോസിറ്റ് ആ കാണുന്ന വഴിയാണ് ഇന്ത്യൻ ആർമി ജവാൻ ഡ്യൂട്ടി നോക്കുന്ന പോസ്റ്റിലേക്ക് പോകുന്നത്. ഇടയ്ക്കൊരു ഹെലിപ്പാഡും ഉണ്ട്. ഇവിടുന്ന് കുറച്ച് മുന്നേ പോകുമ്പോൾ ആ റെഡ് വലയത്തിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് പാകിസ്ഥാൻ്റെ പോസ്റ്റും അതുപോലെ അവരുടെ വില്ലേജുമാണ് ബാക്കിൽ കാണുന്നത്. അതിൻ്റെ ബാക്കിലോട്ട് മൊത്തം പാകിസ്ഥാനാണ്. മലയുടെ ടോപ്പുകളിലെല്ലാം ഇന്ത്യൻ ആർമി പോസ്റ്റുകളുണ്ട്. ടോട്ടൽ സറൗണ്ടിങ് 776 കിലോമീറ്ററാണ് LOCയുടെ ലെങ്ത്. ഈ മലയുടെ ടോപ്പിലേക്ക് എത്താൻ ഈ റോഡ് വഴിയാണ് പോകുന്നത്. കുറച്ച് ദൂരം റോഡുണ്ട്. അത് കഴിഞ്ഞിട്ട് നടന്നാണ് കയറേണ്ട മുകളിലോട്ട്. ഇതാണ് ഗൈസ് നമ്മുടെ കാർഗിൽ LOC. രാവിലെ തന്നെ ഇവിടെ കുറച്ച് ടൂറിസ്റ്റ് എത്തിയിട്ടുണ്ട്. Hi, welcome to LOC.
ഇപ്പോൾ നമ്മളിവിടെ നിന്ന് തിരിക്കുകയാണ്. ഇനി ദ്രാസ് ശ്രീനഗർ വിഷ്വൽസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.